Good afternoon. Good afternoon, ma'am. നിങ്ങളുടെ പ്രയർ എല്ലാം കഴിഞ്ഞിരുന്നു? Good afternoon, ma'am. Good afternoon. പ്രയർ ഒക്കെ കഴിഞ്ഞിരുന്നു? No, ma'am. Okay, please start. Yes, who is going to do? അറിയില്ലേ? നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവാൻ ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവാൻ ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഇക്കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജമായി സ്വഗേഹമായി ഭവിക്കണം. ഇക്കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഓക്കെ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, നമ്മള് മോണ്ടിസോറി പ്രിപ്പയർ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആ ലെസൺ ആണ് എടുത്തിരിക്കുന്നത്. പാർട്ട് 3 യൂണിറ്റ് 3 അല്ലേ? Yes, ma'am. ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഇതിലെവിടം വരെയായി? പവർ ഓഫ് അറ്റൻഷൻ ഇനി എടുക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ നിങ്ങളോട് റീഡ് ചെയ്തിട്ട് വരാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല.
പവർ ഓഫ് അറ്റൻഷൻ ആണ് എടുക്കേണ്ടത്. നമ്മൾ വായിച്ചില്ലല്ലോ, റീഡ് ചെയ്തില്ലല്ലോ. No, ma'am. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ നമ്മൾ ഇന്ന് എന്താണോ ഫിനിഷ് ചെയ്തത് അത് കഴിഞ്ഞുള്ള പോർഷൻസ് ഒന്ന് വായിച്ചു വരണേ. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്തങ്ങ് പോവാം. വായിച്ചുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. സോ എനിവേ വട്ട് എവർ, ഇതിപ്പോ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. സോ പവർ ഓഫ് അറ്റൻഷൻ, പ്ലീസ് റീഡ് എനി. വായിക്കുന്നു മാം. യെസ് പ്ലീസ്. Power of attention. Dr. Maria Montessori concluded that at a certain stage in his development, the child becomes sensitive to his environment and interests not seen before. Children use their new power of concentration to consolidate and develop their personality. Children are naturally inspired by color, smell, noise, or anything that appeals to his few senses. In the Montessori environment, when children do activities, he develops his ability to focus and build his personality. Originally, children are attracted to materials that appeal to their few senses. Next, the unknown attract the child, and lastly, it is a known that attract him to an activity. അടുത്തത് വായിക്കണം മാം ഫുള്ള്. The child concentrate on those things that he already has in his mind, that he has observed in the previous period, for whatever has been conquered has tendency to remain in the mind to be pondered. Concentration is the way that open up the child to the inherent treasure within him. When the child is able to conceive, he replaces an interactive interest based on a primitive impulse with the intellectual interest. Now he becomes calmer, more controlled, and restored. Thank you, ma'am. And once again, ma'am, happy birthday, Reshma. Actually, നമ്മളെ ഗ്രൂപ്പിൽ ഒരാളെ പിറന്നാളും മാം. ഓക്കെ, രേഷ്മ. രേഷ്മസ് or whose birthday? Rashmi. Reshmi, sorry, ma'am. Okay, Rashmi. Okay. Many happy returns of the day, Rashmi. Thank you, Miss. It's your birthday or Paranal? Date of birth. August 12. Okay. So, power of attention. ഡോക്ടർ മോണ്ടിസോറിയുടെ കുറെ ഒബ്സർവേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഈവൻ ഇതിങ്ങനെ എഴുതി വെച്ചില്ലെങ്കിൽ കൂടിയും നമ്മൾ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവര് കോൺസെൻട്രേഷനോട് കൂടി ചെയ്യണമെങ്കിൽ അത് അവർക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കണം. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാക്കുമ്പോഴേക്കും അവരുടെ പവർ ഓഫ് അറ്റൻഷൻ കൂടും. അപ്പൊ എല്ലാ സൈക്കോ അനാലിസ്റ്റുകളും പറയുന്നത് ഈ ഒരു ടൈമില് ആ ഒരു ഫണ്ടമെന്റൽസ്, ആ ഒരു ബേസിക് ടൈമില് കുട്ടികൾക്ക് ഉണ്ടാകുന്ന പല കപ്പാസിറ്റീസ് ആണ് അവരെ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മൾ തടയാതിരിക്കുവാണെങ്കിൽ കുട്ടി അക്കാദമിക് ലെവലിലേക്ക് ചെല്ലുമ്പോൾ അത് അവിടെ യൂസ്ഫുൾ ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പവർ ഓഫ് അറ്റൻഷൻ അതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പഠിച്ചു, കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട്, അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കുട്ടികളെ ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു ടീച്ചറുടെ ഒരു കപ്പാസിറ്റിയാണ്. ടീച്ചർക്ക് മനസ്സിലാകണം മുന്നിലിരിക്കുന്ന കുട്ടി എങ്ങനെയാണ്, അവൻ എന്താണ് അവന്റെ വീക്ക്നെസ്, എന്താണ് അവന്റെ സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ലേണിംഗ് പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു ടീച്ചർക്ക് പറ്റണം. അപ്പോഴാണ് അവന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരികയും അവൻ കുറച്ചുകൂടെ സ്കിൽഡ് ആയി മാറുകയും ചെയ്യുള്ളൂ. അവന് താല്പര്യമുള്ള വിഷയങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവൻ അവന്റെ സ്കില്ല് എന്തിലാണ് അവൻ കൂടുതൽ എമിനന്റ് ആയിട്ടുള്ളത്, അവന് ഏറ്റവും കേപ്പബിലിറ്റി എവിടെയാണ്, ഏത് ഫീൽഡാണ്, അത് സ്പോർട്സ് ആണോ, ഗെയിംസ് ആണോ, അത്ലറ്റ്സ് ആണോ, ആർട്സ് ആണോ, അങ്ങനെയുള്ള ഡാൻസ്, അങ്ങനത്തെ പാട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണോ, വരയ്ക്കുന്നതാണോ ഒക്കെ മനസ്സിലാകാൻ പറ്റും.
ഓക്കെ, അപ്പൊ ഒരു മറിയ മോണ്ടിസോറി പറയുന്ന ഒരു സർട്ടൻ സ്റ്റേജ്, കുട്ടിയുടെ ഈ ഡെവലപ്മെന്റ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ കുട്ടി എൻവയോൺമെന്റുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആവും, സെൻസിറ്റീവ് ആകും, വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കും പുറത്തെ കാഴ്ചകളോട്, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ, പുറത്തേക്ക് പോകാൻ വളരെ ഇൻട്രസ്റ്റ് കാണിക്കും. അവരുടെ ആ ഒരു പവർ ഓഫ് കോൺസെൻട്രേഷൻ അത് അവർ യൂസ് ചെയ്യും, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് യൂസ് ചെയ്യും. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പഠിച്ചത് അതായിരുന്നു, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. സോ അപ്പൊ ആ കുഞ്ഞിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൊട്ടന്റ് ഫാക്ടർ, ആ ഒരു റോള് ചെയ്യുന്നത് ടീച്ചറാണ്, അല്ലെ? കുട്ടികൾക്ക് എപ്പോഴും കളേഴ്സിനോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും, സ്മെൽ, പിന്നെ ചില ശബ്ദം, ഇതിനോടൊക്കെ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അവരവരുടെ 5 സെൻസസ് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്പെഷ്യൽ കിഡ്സ്, ഡിസബിലിറ്റീസ് ഉള്ളവർ, അവർക്ക് ചിലപ്പോൾ ഈ 5 സെൻസസ് ഉണ്ടാകണം എന്നില്ലാതെ, അപ്പൊ അവരുടെ ബാക്കിയുള്ള സെൻസസ് ഷാർപ്പൻ ആകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ സ്പെഷ്യൽ നീഡ്സ് ആയി വരുന്ന കുട്ടികളെ ആ രീതിയിൽ അഡ്രസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ആ ഒരു കുട്ടിക്ക് അതിന്റെ എബിലിറ്റി അത് ഡെവലപ്പ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും അവന്റെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. അതേസമയം കുട്ടി ഇൻട്രസ്റ്റോട് കൂടെ ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മൾ തടസ്സം നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് ചിലപ്പോ, ചില കുട്ടികൾ അങ്ങ് മൂടിയായി പോകും, ചില കുട്ടികൾ ഭയങ്കര അഗ്രസീവ് നേച്ചർ കാണിക്കും, വാശി കാണിക്കും, ദേഷ്യം കാണിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ കൈ കിട്ടുന്നൊക്കെ എടുത്തറിയും, അങ്ങനെ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ അവർ കാണിക്കും. അങ്ങനെ എങ്ങനെങ്കിലും നമ്മൾ അവരുടെ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ തടസ്സപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ റിയാക്ഷൻസ് പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അവർക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ അവരൊന്നും ശ്രദ്ധിക്കുകയില്ല, പലതും അവര് ശ്രദ്ധിക്കാതെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ അത് ബാധിക്കും. അവരുടെ 5 സെൻസസ് യൂസ് ചെയ്യുന്ന എന്ത് മെറ്റീരിയൽ ആണെങ്കിലും അതിലേക്ക് കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പല കേൾക്കാത്തതും അങ്ങനെ പല കാര്യങ്ങളും, ഇപ്പൊ പല കാര്യങ്ങളും ഇവരെ അട്രാക്ട് ചെയ്യുന്നു. ഒരു ടോയ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതിനേക്കാളും വീട്ടിൽ കിടക്കുന്ന എന്തിനെങ്കിലും ഒരു തവിയോ സ്പൂണോ അടപ്പോ എന്തെങ്കിലും പാത്രങ്ങളോ അതൊക്കെ ആയിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുക. പുറത്ത് ഇറങ്ങുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലും ഇലയോ അങ്ങനെയുള്ള ഒരു ചെറിയൊരു വടി, അതൊക്കെ ആയിരിക്കും അവരുടെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത കാര്യം അവരെ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കുട്ടി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യും. അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്കും ഇവൻ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി ഇതെല്ലാം ഇവന്റെ ഉള്ളിലുണ്ട്, ഈ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജസോ അങ്ങനെ കാര്യങ്ങളെല്ലാം ഉള്ളിലുണ്ടായിരിക്കും. അപ്പൊ അത് അതിനു മുമ്പുള്ള ആ ഒരു വളർച്ചാ കാലഘട്ടത്തിൽ അവനുള്ളിലേക്ക് അബ്സോർബ് ചെയ്തു വെച്ച പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിങ്ങനെ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടു, നാളെ ആവുമ്പോഴേക്കും ഞാൻ ചെയ്യുന്ന ആക്ഷൻസിൽ ഇന്നലത്തെ കാര്യങ്ങളുടെ എന്തെങ്കിലും ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെ? അതിപ്പോ നമ്മൾ കണ്ട കാഴ്ചകളോ കേട്ട കാര്യങ്ങളോ അങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് കുട്ടികളിലും വരുന്നത്. കുട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന ചില കാര്യങ്ങളിലൂടെയാണ് ഈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റൻഷനിലേക്ക് പോകുന്നത്. ഇപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം വളരെ കാമായിട്ട് ശ്രദ്ധയോടുകൂടി അവന് തന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശ്രദ്ധയോടുകൂടി അവൻ ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഇരുന്ന് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വിൽ. നമ്മളുടെ ഒരു വിൽ പവർ, നമ്മളുടെ ഒരു എന്താ മലയാളത്തിൽ പറയാ, സത്വ എന്നൊക്കെ പറയില്ലേ, നമ്മളാണെന്നുള്ള ഒരു ഇത്, ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് വില്ലാണ് നെക്സ്റ്റ്. ഈ ഡെവലപ്മെന്റ് ഓഫ് വില്ല് മറിയ മോണ്ടിസോറി 3 സ്റ്റേജസിലൂടെയാണ് ഈ ഡെവലപ്മെന്റ് ഓഫ് വില്ല് ഒബ്സർവ് ചെയ്തത്. കുട്ടി പല ആക്ടിവിറ്റീസും പലതവണ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോ റിപ്പീറ്റഡ് വർക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് അവന് ഒരു വിൽ, അവന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് തന്നെ പറയാം, ആ ഒരു വിൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ വർക്കും കുറെ സമയത്തേക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, 1 സെക്കൻഡ്,
Okay, back to class. Some bad smell is coming. I thought something in the gas, but it is not from our side. Actually, എല്ലാരും പറയും എന്റെ 5 സെൻസസിലെ ഏറ്റവും ഷാർപ്പ് എന്റെ നോസ് ആണ് പറയും. അടുത്തവിടുന്നുള്ളൊരു സ്മെല്ലായിരുന്നു. അങ്ങനെ പറയായിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പോളിടെക്നിക്കിൽ എന്ന് വെച്ചാൽ ബോയ്സ് ഒക്കെ ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമല്ലോ, ഈ സ്റ്റുഡൻസ് പ്രത്യേകിച്ചും അവര് ഈ വീക്കെൻഡ്സ് ആകുമ്പോഴേക്കും ഇവര് പോയിട്ട് കഴിക്കും. മൺഡേ വരുമ്പോഴേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും. ബാക്കിയുള്ള സ്റ്റാഫിനൊന്നും കിട്ടില്ല, എനിക്ക് കിട്ടും. അപ്പൊ ഞാനതിങ്ങനെ ഇവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ അവരെ പൊക്കും. അപ്പൊ ബാക്കി സ്റ്റാഫ് പറയും ടീച്ചർക്ക് ഭയങ്കര ഘ്രാണശക്തിയാ, പോലീസിൽ ചേരായിരുന്നില്ലേ എന്നായിരിക്കും. കളിയാക്കണാണ്, പോലീസ് നായ്ക്ക് പകരം അതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് എന്തോ ഒരു സ്മെല്ല് കിട്ടി. പക്ഷെ മോൾക്ക് ഞാൻ വിചാരിച്ചു അവളെന്തോ ഗ്യാസിൽ വെച്ചതാന്ന് വിചാരിച്ചു ചെന്ന് നോക്കിയതാ. അപ്പൊ അവൾക്ക് സ്മെല്ലേ കിട്ടിയിട്ടില്ല, ഗ്യാസ് ഒക്കെ ഓഫാ. അടുത്തവിടെന്നോ വന്ന എന്തോ ഒരു സ്മെല്ല്. അതുപോലെ തന്നെ കുട്ടികളുടെ 5 സെൻസസ് പറയുമ്പോൾ കുട്ടികളുടെ എന്നല്ല, നമ്മളുടെ എല്ലാവരുടെയും 5 സെൻസസ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും ഒരു സെൻസ് ഭയങ്കര ഷാർപ്പായിരിക്കും. അത് വിഷ്വൽ ആകാം, ഓഡിറ്ററി ആകാം, ചിലപ്പോ ഓൾഫാക്ടറി ആകാം, ഗസ്റ്റേറ്ററി, നമ്മുടെ ടേസ്റ്റ് അല്ലെ, ഈ കോഫി ടേസ്റ്ററോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ജോബൊക്കെ ഇല്ലേ, ഭയങ്കര സാലറിയാന്നാ പറയുന്നേ. അവര് കോഫി അല്ലെങ്കിൽ ടീ ടേസ്റ്ററോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ടീ പൗഡർ അല്ലെങ്കിൽ കോഫി പൗഡറിന്റെ ക്വാളിറ്റി പറയും. നല്ല പേയ്മെന്റ് ആണ് അവർക്ക്, സാലറി നല്ല കൂടുതലാണ്. പക്ഷെ അത് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ആ ഒരു ടേസ്റ്റ് ചെയ്യുന്ന ആ സെൻസ് അത്രത്തോളം ഷാർപ്പായിരിക്കണം. ഓക്കെ, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കൂ, നമ്മളുടെ ഏത് സെൻസ് ആണ് ഏറ്റവും ഷാർപ്പ് എന്നുള്ളത് മനസ്സിലാകും. എനിക്ക് നോസ് ആണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ട്. ഓക്കെ, അപ്പോ കുട്ടികളുടെ വില്ലാണ് പറഞ്ഞത്. അവരുടെ ഒരു വിൽ പവർ, അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗം. ഓരോ വർക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മൾക്ക് കൺട്രോൾ കിട്ടുന്നു, നമ്മുടെ ബോഡിക്ക് കൺട്രോൾ കിട്ടുന്നു. നമ്മൾ ആ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, കുറഞ്ഞ ടൈമിൽ ചെയ്യുന്നു, കുറച്ച് നല്ല രീതിയിൽ ചെയ്യുന്നു. അല്ലെ, സൈക്കിള് ചവിട്ടാൻ പഠിക്കുന്നു, കുറേ പ്രാക്ടീസ് ചെയ്തു, ആദ്യം കുറേയൊക്കെ വീണു. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കും. അല്ലെ, ആ റിപ്പീറ്റേഷൻ ആണ് പെർഫെക്റ്റ് ആക്കിയത്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അവർ ഓരോ വർക്ക് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് കുറെ പീരീഡ് വരുമ്പോഴേക്കും അവർക്ക് അവരുടെ ഓൺ ആക്ഷൻസിലെ പവർ കിട്ടുകയാണ്. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചപ്പോ ഹാൻഡിലൊക്കെ ആദ്യം ഓടിങ്ങോടും കിടന്ന് വിട്ടുവരുന്നു, പക്ഷെ പിന്നെ ഹാൻഡിലില് കൺട്രോൾ കിട്ടുന്നു, പെഡലിങ് ചെയ്യുന്നതിൽ കൺട്രോൾ കിട്ടുന്നു. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു സെൻസ് ഉണ്ടാകുന്നു. വണ്ടി ഓപ്പോസിറ്റ് വരുന്നതും ബാക്കിലൂടെ വരുന്നതും ക്രോസ് റോഡിലൂടെ വരുന്ന എല്ലാം മനസ്സിലാക്കാനുള്ള ആ ഒരു സെൻസ്. സോ എങ്ങനെ വളവിലെടുക്കണം അതൊക്കെ മനസ്സിലായി. ആ ഒരു പവർ ഓഫ് സ്വന്തം ആക്ഷൻസിലുള്ള ഒരു പവർ ഗെയിൻ ചെയ്യാണ്. സൈക്ലിംഗ് മാത്രമല്ല, ഏതൊരു കാര്യവും നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു കൺട്രോൾ കിട്ടും. സ്വിമ്മിങ് ആയാലും ചെയ്യും, മറ്റൊന്നും എന്തെങ്കിലും. സെക്കൻഡ് സ്റ്റേജിലേക്ക് കുട്ടി പോകുന്നു. ആ ഒരു സെൽഫ് ഡെവലപ്മെന്റ് അവന്റെ ലൈഫിന്റെ ഭാഗമായി മാറുകയാണ്. സൈക്ലിംഗ് പഠിച്ചു, പിന്നെ അവന്റെ ലൈഫിന്റെ ഭാഗമായില്ലേ സൈക്ലിംഗ്. അടുത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യം. അവർ ചെയ്ത ആക്ടിവിറ്റിയിൽ അവർ നല്ല പെർഫെക്റ്റ് ആയി വരുമ്പോഴേക്കും അത് അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറും. പിന്നെ അങ്ങനെ എന്താ പറയാ, ആ ഒരു പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷനോടുകൂടി കാര്യങ്ങൾ തന്നെ ഇരുന്ന് അത് കൺട്രോൾ ചെയ്യുന്നു. ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് ഫീൽഡ് വരുമ്പോഴേക്കും കുട്ടിയില് സ്വയം ഡിസിപ്ലിൻ ജനറേറ്റ് ചെയ്യാണ്. അല്ലെ, ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ. സൈക്ലിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോ റോഡ് ഡിസിപ്ലിൻ, ആ ഒരു ഡിസിപ്ലിൻ. ഞാൻ റോഡിൽ ഇറങ്ങിയാൽ ഓപ്പോസിറ്റ് വണ്ടി വരും, സൈഡിലൂടെ വരാം, ബാക്കിലൂടെ വരാം, ആളുകൾ നടന്നു പോകുന്നുണ്ട്, വലിയ വണ്ടികൾ വരുന്നുണ്ട്, സിഗ്നൽ ഉണ്ട്. സോ ആ ഒരു ഡിസിപ്ലിൻ, എങ്ങനെ എനിക്ക് ഓടിക്കണം, അമിത വേഗം പാടില്ല, അതൊക്കെ ഇങ്ങനെ മനസ്സിലായി. പിന്നെ ബെല്ലടിക്കേണ്ട കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ട് വളവിൽ എങ്ങനെ ഞാൻ പോകണം, ആ ഒരു സെൽഫ് ഡെവലപ്മെന്റ്, ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവും. അപ്പൊ ശരിക്കും ആ ഒരു റിപ്പീറ്റേഷനിലൂടെ അവർ പെർഫെക്റ്റ് ആവുന്നു. അവന്റെ സെൽഫ് ഡിസിപ്ലിൻ തന്നെത്താനെ ഉണ്ടായതാണല്ലേ, അവന്റെ ആക്ഷൻസിന് തന്നെ ഒരു കൺട്രോൾ വരുന്നു. ഓക്കെ, മോണ്ടിസോറി ഇതിനെ 3 സ്റ്റേജസ് ആയിട്ട്, ഈ ഡെവലപ്മെന്റിനെ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോരോ സ്റ്റേജ് ആയിട്ട് ആരെങ്കിലും ഓരോരുത്തരായിട്ട് വായിക്കാമോ? യെസ്, അരുൺ റീഡ് ചെയ്യാനുണ്ട്. First stage, repetition.
The child has a basic inner urge that directs him towards determined activities. He does not consciously direct his will. The child begins the repetition of an activity several times without obvious reason to an adult. However, internally, this repetition assists him in his physical, psychic development. It is important to note that, however trivial his achievement may be not to an adult, but for the child, he is acquiring control over himself and the surroundings. In a short time, he will be a master of the environment himself. Constant interruption by an adult will have a disturbing effect on psychic development, especially in terms of his self concept. As the child sustains making his own decision and movement in the environment, he slowly moves from an unconscious stage into consciousness. This is a slow process and it develops through his continuous contact with the environment. As the child begins to have activity in his environment at his own conscious state, he will continue to be encouraged. The child's will is gradually developed as he endeavors to adapt to the limit of his chosen task. Second stage, development of self. ഫസ്റ്റ് സ്റ്റേജ് വായിച്ച് പറഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജ് വായിച്ചാൽ പോരെ, അതോ വായിക്കണോ? വായിച്ചോ, കുഴപ്പമില്ല. ഓക്കെ ആണോ? Okay, ma'am, problem ഇല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ത്രൂ റിപ്പിറ്റേഷൻ ഹി ഗെയിൻ ദ കൺട്രോൾ ഓവർ ഹിസ് ആക്ഷൻസ്. അല്ലാതെ പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഫാക്ടർ അല്ല കുട്ടിയെ കൺട്രോൾ ചെയ്യുന്നത്. അവന്റെ തന്നെ റിപ്പീറ്റഡ് വർക്ക് തന്നെയാണ് അവന്റെ ആക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്, റിപ്പിറ്റേഷൻ. നമ്മൾ വിചാരിക്കും ഒരേ കാര്യം തന്നെ എന്താ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നതായിരിക്കും. എത്ര സമയം വേണമെങ്കിലും അത് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ചെയ്യുമ്പോൾ മേ ബി കുറെ വെള്ളം താഴെ പോവായിരിക്കും. പക്ഷെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ സ്പിൽ ഔട്ട് ആവുന്ന വാട്ടറിന്റെ അത് ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അവർ ചെയ്യുന്ന ആ ഒരു ആക്ഷൻസിന്റെ പവർ അത് ത്രൂ റിപ്പിറ്റേഷനാണ് അവർക്ക് വരുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്, റിപ്പിറ്റേഷൻ. സാധാരണ ഒരു അഡൾട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട് അത് റിപ്പീറ്റ് ചെയ്യൂ. അവർക്ക് ഒറ്റ അതിൽ തന്നെ കാര്യങ്ങൾ നടക്കണം, എൻഡ് റിസൾട്ട് അത്രയേ ഉള്ളൂ. കുട്ടിക്ക് ആ പ്രോസസ് അവൻ റിപ്പീറ്റ് ചെയ്യുന്നു പലതവണ. എത്ര നേരം വേണമെങ്കിലും അതുമായിട്ട് ഇരിക്കാൻ ഇഷ്ടമായിരിക്കും, ഇഷ്ടമുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ കേട്ടോ. നമ്മൾ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, മോള് കുഞ്ഞായിരുന്ന സമയത്ത് 2 വയസ്സ് സമയത്ത് ഞാനും മോളും മാത്രമേ പകല് വീട്ടിലുണ്ടാവുള്ളൂ. അപ്പൊ ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള ആ ഒരു കൺഫ്യൂഷനും കുറെ ഉണ്ടല്ലോ. വേറെ ആരും വീട്ടിലില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വലിയ ബേസിനുണ്ട്, ആ ബേസിനകത്ത് അവളെ ഇരുത്തിയിട്ട് അതിന്റെ ഉള്ളില് ഒരു 2 പാത്രം, സ്റ്റീലിന്റെയാണ്, പാത്രം വെച്ചു കൊടുത്ത് സ്പൂണും വെച്ചു കൊടുക്കും. വെള്ളം ഒഴിക്കുന്നില്ല, തിളപ്പിച്ചാറിയ വെള്ളം, ചിലപ്പോൾ കുറച്ചെടുത്ത് വായിലേക്ക് വെക്കും. അതുകൊണ്ട് അതിന് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കും. അപ്പൊ അതിരുന്ന് ഇങ്ങനെ കുറെ കുടിക്കും, പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. വെള്ളം തീർന്നു എന്ന് കാണുവാണെങ്കിൽ ഞാൻ അതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കും. അപ്പൊ ആ സമയം കൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ ഒരുവിധം എല്ലാ പണികളും തീർക്കാനായിട്ട് വരും. അത്രയും സമയം കുട്ടി സെയിം ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഇതൊരു അഡൾട്ട് റിപ്പീറ്റ് ചെയ്യും ഇല്ല, ഡെഫിനറ്റ്ലി അവര് റിപ്പീറ്റ് ചെയ്യുക. അവര് റിപ്പീറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാകാന്ന് അത് 1 or 2 കാര്യങ്ങളായിരിക്കും അല്ലെ. ചിലപ്പോ ഒരു പാട്ടിനോട് ഇഷ്ടം തോന്നി പാട്ട് കേൾക്കും, അതായിരിക്കും അവര് ചെയ്യുന്ന കാര്യം. അല്ലാതെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലെ ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ത്രൂ ദാറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഹാൻഡ് ഐ കോർഡിനേഷൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവരുടെ ഡെവലപ്മെന്റിന് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആകുന്നതെന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ ഇൻസ്ട്രുമെന്റ് ആണ് ഹാൻഡ് എന്നാണ്. ബാക്കി ബോഡിയുടെ എല്ലാ ഭാഗങ്ങളെക്കാളും ഹാൻഡ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഹാൻഡ് ആണ് വളരെ ഇമ്പോർട്ടന്റ് എന്നാണ് പറയുന്നത്. കാരണം ഹാൻഡിലാണ് ഏറ്റവും സ്മോൾ മസിൽസ് ഉള്ളത്, ഫിംഗേഴ്സിൽ. അതിൽ ഫൈൻ മസിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് എഴുതാനും വരയ്ക്കാനും എന്തെങ്കിലും സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനും എന്തെങ്കിലും ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹാൻഡാണ് ഒരു കുട്ടിയുടെ ഏറ്റവും നല്ല മീൻസ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. അപ്പൊ ഇത് കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും ഈ ഒരു റിപ്പീറ്റേഷൻ. അപ്പൊ നമുക്കറിയാം അവന്റെ ഓരോ അച്ചീവ്മെന്റും
ഒരു അഡൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കാം. അഡൾട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അച്ചീവ് ചെയ്യായിരിക്കും. പക്ഷെ ഇവൻ ത്രൂ റിപ്പിറ്റേഷൻ ആണ് ഈ ഒരു അച്ചീവ്മെന്റ്. അവന് കൺട്രോൾ കിട്ടുന്നു ഓവർ ഹിം ആൻഡ് ദ സറൗണ്ടിങ്സ് ഓൾസോ. മോളെ ഞാൻ ആ ബേസിൽ ഇരുത്തി, അവൾക്കറിയാം ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അവൾക്ക് ആ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ശരിക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സറൗണ്ടിങ്സിന്റെ കൺട്രോളും അവരിൽ കിട്ടി. അപ്പൊ അങ്ങനെ ആ ഒരു യൂണിവേഴ്സ്, അപ്പൊ അവരുടെ ഒരു ലോകം അല്ലെ, അവർ വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല, ആ ഒരു എൻവിയോൺമെന്റിന്റെ മാസ്റ്ററായി മാറുകയാണ്. നമ്മൾ അവരെ തടഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ സൈക്കിക് ഡെവലപ്മെന്റിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അന്ന് എനിക്ക് മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ വെള്ളം കൂടി തിരുത്തിയത്. നമുക്ക് നമ്മുടെ പണി നടക്കണം. അപ്പൊ വെള്ളം ഇഷ്ടമാണ്, വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ്. സോ അത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ പ്രൊവൈഡ് ചെയ്തപ്പോ കുറച്ച് ശ്രദ്ധിച്ചു, കുറച്ച് ലിമിറ്റഡ് സ്പേസിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുത്തു. അത് ക്ലീൻ വാട്ടർ ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. കാരണം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരത്തില്ല എന്ന് കരുതിയിട്ട്. അന്ന് മെത്തേഡ് അറിഞ്ഞിട്ട് ചെയ്തതല്ല, ബട്ട് അന്ന് നമ്മളുടെ ഒരു നീഡ് അതായിരുന്നു. കാരണം കുട്ടിയെ ശാസിക്കാനോ അങ്ങനത്തെ ഒരു ഇത് മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ രീതിയിൽ അങ്ങ് ചെയ്തു കൊടുത്തു. അല്ലെങ്കിൽ ഇച്ചിരി പോകുന്ന കുട്ടിയെ എന്ത് വഴക്ക് പറയാനും എന്ത് തല്ലാനും അല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്താണോ ഇൻട്രസ്റ്റ് അത് നമ്മുടെ ഒരു രീതിയിൽ അവർക്ക് പറ്റുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ രീതിയിൽ ഉദ്ദേശിച്ച് ആ ലിമിറ്റഡ് സ്പേസ്. കാരണം നമുക്ക് നമ്മളുടെ കൺവട്ടത്ത് കാണണം. കാരണം ഡേഞ്ചർ സോൺ ആണ് അല്ലെ, അതാണ് ഡേഞ്ചർ ആണ്. പക്ഷെ ആ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും പറ്റണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഒരു ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് പറയുന്ന പോലെ ഒരു ലിമിറ്റഡ് സ്പേസിൽ കൊടുത്തു. ആൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്തോട്ടെ, ആ ലിമിറ്റഡ് സ്പേസ് യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ആ ബേസിൽ എത്തിയപ്പം അതിന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകാനുള്ള ചാൻസ് വളരെ കുറഞ്ഞു. കാരണം ഇറങ്ങി പോകില്ല, അതിനകത്ത് തന്നെ ഇരുന്നോളും. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് തന്നെ ഇരുത്തി നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എവിടെയെങ്കിലും മൂവ് ചെയ്യണോ ബേസിനോട് എടുത്തൊന്ന് മാറ്റി വെച്ചാൽ മതിയല്ലോ. അതാണ് ഞാൻ അന്ന് ചെയ്ത പണി. ഓക്കെ, ഞാൻ 4 years ചെയ്തിരുന്നു മാം. അവിടെ ആദ്യത്തെ സെയിം പ്രോസസ്. അവക്ക് സെപ്പറേറ്റ് ബക്കറ്റ്, ആ വലുത് വരുന്നില്ലേ റൗണ്ട് ഷേപ്പ്, അത് അവക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചു. ലാസ്റ്റ് അവൾ അതിലൊക്കെ ഒരു പേരും വെച്ചു. 4 years ഞാൻ ചെയ്തു. എനിക്ക് ആളുണ്ടായിട്ടും ഞാൻ അത് 4 years ചെയ്തു മാം. ഇവൻ ഞാൻ ബാത്തൊക്കെ പോണെങ്കും ഇല്ലെങ്കിൽ വെള്ളം ചൂടാക്കണെങ്കും അവക്ക് റൂമിന്റെ ഉള്ളിൽ ആ ബക്കറ്റ് ഇട്ട് കൊടുത്താല് അവക്ക് വേണേ പിന്നെ അത് റിപ്പീറ്റേഷൻ ഞമ്മ പറഞ്ഞാൽ മതി. അവക്ക് വേണ സാധനം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവള് വെക്കും അതിന്റെ ഉള്ളിൽ. വെള്ളം മാത്രം കൊണ്ടുവെക്കേ വേണ്ടു. വെള്ളം ആ ബേസൻ കൊണ്ടുവെക്കണം. അവക്ക് വേണ സാധനം അവൾ കൊണ്ട് അതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ലാസ്റ്റ് ഡ്രോയിങ് ബുക്ക്, ക്രയോൺസ് എല്ലാം അതിന്റെ ഉള്ളിൽ വെള്ളത്തിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടായി. ഇപ്പൊ ചെറുതും അതേ പ്രോസസ്സിലാ നടക്കുന്നത്. പണിയാണല്ലോ മാം. അപ്പൊ ചെറുതിന് ഭയങ്കര കുറച്ച് പ്രശ്നമുണ്ട്. അവള് എന്തായാലും പെട്ടെന്ന് എണിച്ചിട്ട് എന്റെ പുറമെ തന്നെ വരും. അതാ പ്രശ്നമാണത്. അതർവൈസ് ഓക്കെ. അത് ബട്ട് മോണ്ടസറി മെത്തേഡ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. ബട്ട് ഞമ്മക്ക് നമ്മളെ പണിയാവണം, അവർക്ക് അവരെ പണിയുമാണ്. ഓക്കെ, അത്രയല്ലോ. ഓക്കെ, then second stage വായിച്ചോളൂ. ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. യെസ്, അങ്ങനെയല്ലേ വായിക്കാൻ തുടങ്ങിയിരുന്നേ? ഓക്കെ മാം, ഞാൻ വായിക്കാം. Second stage, development of self-discipline. The child will acquire further independence and power over himself through work. Gradually, the child goes into the second stage in the development of the will, that is the self-discipline as way of his life. In the stage, the child make his own decision in his activity and obtain the responsibility as he makes conscious creative use of his capacity and understand the responsibility. This leads him to self-knowledge and self-possession. For example, in a simple pouring exercise, he pour all the beans into a jug, knowing that he should not spill any beans in the tray, and at accepting the result with responsibility by picking the spilled beans into the jug and putting it back on this shelf before going to another activity. Okay, second stage, that is development of self discipline. Okay,
റിപ്പീറ്റേഷൻ കഴിഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് അവർക്ക് അവരുടെ ആക്ഷൻസിൽ കൺട്രോൾ കിട്ടുന്നു, അവരുടെ സറൗണ്ടിങ്സിന്റെ കൺട്രോൾ കിട്ടുന്നു. സോ അവർക്ക് ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ, അച്ചടക്കം നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഒരു പാത്രത്തിലേക്ക് ബീൻസ് പോർ ചെയ്തപ്പോ ട്രേയുടെ മുകളിൽ വെച്ചാണ് ഇടുന്നെങ്കിലും അവന് ആ ഒരു ഐഡിയ ഉണ്ട്, താഴേക്ക് വീഴരുത്, ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ഈവൻ ദോ താഴെ വീണാലും അതെടുത്ത് പിക്ക് ചെയ്തിട്ട് തിരിച്ച് ആ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് സൂക്ഷിച്ച് ഇടണം എന്നുള്ളതും എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് മനസ്സിലാവുന്നു. അപ്പൊ ആ രീതിയിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ വരുവാണ്. അപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി അവരെ ഏൽപ്പിക്കുമ്പോൾ അവർ അത്രയും സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. വലുതായിട്ട് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, ചെറിയ സമയത്ത് ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ആ ഒരു കടല കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യുക, പയറ്, അങ്ങനെ പരിപ്പ്, അങ്ങനത്തെ പൾസസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കും. അപ്പൊ വെള്ളം പോലെയല്ലോ കൂടുതൽ തുളുമ്പി പോവുക, അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ ഒന്നോ രണ്ടൊക്കെ ഒന്ന് ഇടുന്ന ഫോഴ്സിൽ തെറിച്ച് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഞാൻ ഇത്ര ഫോഴ്സ് കൊടുത്താൽ ഇത്രയും ചിലപ്പോൾ താഴെ പോവും, അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ താഴെ പോവില്ല എന്നൊക്കെ മനസ്സിലാക്കി അവർ ചെയ്യും. പക്ഷെ എന്നാലും 1 or 2 പോയി കഴിഞ്ഞാലും ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഫിൽ ഇൻ ടു കണ്ടെയ്നർ എന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഇതിൽ സെക്കൻഡ് സ്റ്റേജ് ആയ സെൽഫ് ഡിസിപ്ലിൻ താനെ ഡെവലപ്പ് ആവുകയാണ് സ്ക്രോൾ ചെയ്തില്ല അല്ലെ. ഓക്കെ, അങ്ങനെ സെൽഫ് ഡിസിപ്ലിന്റെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ റിപ്പിറ്റേഷൻ, ത്രൂ റിപ്പിറ്റേഷൻ സ്വയം കൺട്രോളും സറൗണ്ടിങ്സിന്റെ കൺട്രോളും കിട്ടുന്നു, അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, അത് ചെയ്ത് പെർഫെക്റ്റ് ആവുന്നു ആ ഒരു ആക്ടിവിറ്റിയിൽ. അതിൽ നെക്സ്റ്റ് വൺ ആ ഒരു സ്റ്റേജ് കടന്ന് കഴിയുമ്പോഴേക്കും സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ള ഇത് വരുവാണ്. അപ്പൊ ഇത് കോൺഷ്യസ് ക്രിയേറ്റീവ് യൂസ് ഓഫ് ഹിസ് കേപ്പബിലിറ്റീസ്, കപ്പാസിറ്റീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റെസ്പോൺസിബിലിറ്റി. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണു അല്ലെ. ആ ഒരു പയറ് അല്ലെങ്കിൽ കടല ആ ഒരു പാത്രത്തിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിച്ചാണ് അത് ഇടുന്നത്. താഴെ പോവോ പോവാതിരിക്കണം, ശ്രദ്ധിക്കണം, ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യും. So that is conscious creative use of his capacities and understand the responsibility. ഓക്കെ, അറിയാം ഞാനിത് ചെയ്യണം, ഞാനിത് എന്താ പോലെ ചെയ്യണം, ഞാനൊന്നും താഴേക്കിടരുത്, ആ ഒരു റെസ്പോൺസിബിലിറ്റി കുട്ടിക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ഒബീഡിയൻസ്. ത്രൂ റിപ്പിറ്റേഷൻ സെൽഫ് ഡിസിപ്ലിനിലേക്ക് എത്തുന്നു, ആക്ഷൻസിന്റെ കൺട്രോൾ എല്ലാം വരുന്നു. നെക്സ്റ്റ് വൺ ഒബീഡിയൻസ്. ഇങ്ങനെ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഒബേ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അല്ലാതെ പേടിപ്പിച്ച് തല്ലി വഴക്ക് പറഞ്ഞൊന്നുമല്ല കുട്ടികളെ കൊണ്ട് അച്ചടക്കം അല്ലെങ്കിൽ അനുസരണ, ഒബീഡിയൻസ് വരുന്നത്. യെസ് പ്ലീസ്. യെസ്, ആരെങ്കിലും വായിക്കാനാണോ? ഞാൻ വായിക്കാം മിസ്. Third stage, obedience. After achieving self-discipline, the child moves to the third stage in the development of will, that is the power to obey. Again, it is a slow process and shows itself spontaneously and unexpectedly at the end of a long process of maturation. This is now controlled intelligent obedience. The child enjoys turning his power of obedience towards serving someone else. Children learn best in an environment that connects freedom with self-discipline. True freedom cannot exist without self-discipline and the development of skills for independent thought and action. Thank you. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ഒബീഡിയന്റ് ആകുന്നു കുട്ടികൾ. അവരുടെ സെൽഫ് ഡിസിപ്ലിൻ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ തേർഡ് സ്റ്റേജ് ആയ ഒബീഡിയൻസിലേക്ക് പോകും. ഡെവലപ്മെന്റ് ഓഫ് വില്ലും പവർ ഓഫ് ബോഡി അങ്ങനെയെല്ലാം കഴിഞ്ഞ് തേർഡ് സ്റ്റേജിലേക്ക് പോകുന്നു. ഇതൊരു സ്ലോ പ്രോസസ് ആണ്, ബട്ട് സംഹൗ നമുക്കറിയാം സ്പോണ്ടേനിയസ് ആയിട്ട് അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് വരും. ചില സമയം വിചാരിക്കില്ലേ ഞാൻ പറഞ്ഞത് കേട്ടോ, അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടാവും. അവരുടെ ആ ഒരു ഒബീഡിയൻസ് നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്തു, അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. ദെൻ നമ്മളതിന് തിരിച്ചു ചിലപ്പോ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ചിലപ്പോ കുറെ എപ്പോഴെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് ഇവരിൽ വരുന്നതാണ് ഈ ഒരു ഒബീഡിയൻസ്. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അവർക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. റിപ്പീറ്റ് ചെയ്ത് അവർക്ക് അവരുടെ കൺട്രോളും അവരുടെ ആക്ഷൻസിനും കൺട്രോളും അവരുടെ ബോഡിയുടെ കൺട്രോളും സറൗണ്ടിങ്സിന് ആ ഒരുമായിട്ട് കൺട്രോളും എല്ലാം വന്നു.
ദെൻ പവർ ഓഫ് അറ്റൻഷൻ, ആ ഒരു കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്നു. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിനും വില്ലും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. സോ ഡെഫിനറ്റ്ലി അപ്പൊ അതിന് പ്രൊവൈഡ് ചെയ്ത ആ ഒരു എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തത് ത്രൂ മൈ കെയർ ടേക്കർ, അങ്ങനെ അല്ലെങ്കിൽ കെയർ ഗീവർ, അല്ലെങ്കിൽ ഓവർ ഇറ്റ് ഈസ് അമ്മയോ അച്ഛനോ ഓവർ ഇറ്റ് ഈസ് ആരായാലും അവരോടൊരു ഇഷ്ടം അല്ലെ, അവര് പറയുന്നത് അനുസരിക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ പല നമ്മുടെ ട്രെയിനീസും ഷെയർ ചെയ്തൊരു കാര്യമായിരുന്നു. അവിടുത്തെ ടീച്ചർ പറഞ്ഞാൽ ഒന്നും ആ കുട്ടികളെ കേൾക്കില്ല. പക്ഷെ ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ അവര് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, അനുസരണയോടുകൂടിയിരുന്നു. കാരണം അല്പസ്വല്പം മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തു, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, ആക്ഷൻസോ അവരുടെ കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടാവാം. സോ ഡെഫിനറ്റ്ലി അവര് വളരെ ഈഗർ ആയിട്ട് നമ്മളുടെ വരവിന് നോക്കിയിരിക്കുമായിരിക്കും. നെക്സ്റ്റ് ഡേ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പോകാറാകുമ്പോൾ ടീച്ചർ പോകരുത്, ഞങ്ങൾക്ക് ഇനി വരണം, ഇനി വരൂ, കരച്ചിലും ഒക്കെ നടന്നതായിട്ട് ട്രെയിനീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഡിഫറൻസ്. അതിന് മോണ്ടിസോറി മെത്തേഡ് അറിയണമെന്നില്ല, കുഞ്ഞുങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കും. അങ്ങനെയാണ് അവരുടെ ഒബീഡിയൻസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോ ശരിക്കും നമ്മൾ ഫ്രീഡം കൊടുക്കുന്ന കൊണ്ടാണ് കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ, ഈ ഒബീഡിയൻസ് ഒക്കെ വരണമെങ്കിൽ നമ്മൾ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നത് വേണം. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, ആ ഒരു ഫ്രീഡം, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യാതെ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ വരുന്നില്ല. അതിന്റെ ലാസ്റ്റ് സെന്റൻസ് വരുന്നുണ്ട്, ട്രൂ ഫ്രീഡം കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്കിൽസ് ഫോർ ഇൻഡിപെൻഡന്റ് തോട്ട് ആൻഡ് ആക്ഷൻ. കുട്ടികൾ തന്നെ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യില്ല. നമ്മൾ പിടിച്ചു വെച്ച് നമ്മളൊരു വര വരച്ചതിൽ കൂടെ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള കേപ്പബിലിറ്റീസ്, കപ്പാസിറ്റീസ് ഒന്നും പുറത്തേക്ക് വരില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ചസ് ആണ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, അവരുടെ കോൺസെൻട്രേഷൻ, അവരുടെ പവർ ഓഫ് വിൽ, അവരുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്. നെക്സ്റ്റ് പിന്നെ അത് മാത്രമല്ല അവരുടെ ഇന്റലിജൻസ് ലെവലിലൊക്കെ മാറ്റം വരും. നെക്സ്റ്റ് വൺ ആണ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. അത് 2 പാരഗ്രാഫ്സ് ഉണ്ട്, അതാരെങ്കിലും റീഡ് ചെയ്യുവാണെങ്കിൽ നന്നായി. മാം ഞാൻ വായിക്കാം. യെസ് പ്ലീസ്. Development of intelligence. Intelligence is the ability to learn or understand things and deal with the new or difficult situations. In other words, it is the ability of the child to know his environment, the mental ability to coordinate different annotations and act accordingly in different situations. The starting point of intellectual development is the consciousness of difference or distinction in his environment. The child makes understanding through his 5 senses and he must organize these perceptions to make a mental order of his environment. To help the development of brilliance is to help put images of consciousness in the order. So the basis of intelligence development is the emotional impression that the child gets while he collaborates with his environment. At infancy, the child absorbs a lot of impressions unconsciously and then it turns to conscious knowledge as he grows. So at the stage of intelligence development, the child needs refinement of senses. That is, more activities which will improve the impression through the senses. The activities should bring order and system to all the sensorial impressions the child receives. The child should be led to study qualities such as length, breadth, height, color, texture, weight, size, etc. Full, varied, and order sensorial exercise are the best preparation for the higher life of the ability in the child's years to come. Thank you, ma'am. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഇന്റലിജൻസ് എന്താണ്? നമുക്കൊരു കാര്യം മനസ്സിലാകാനും അത് പഠിക്കാനും ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഇതിനെല്ലാം ഒരു നോളജ് ആക്കി വെക്കാൻ അത് കഴിഞ്ഞില്ല. ആ നോളജ് മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കാനും പറ്റണം. അതാണ് ശരിക്കും ഇന്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ അറിവ് നമ്മൾ മാത്രം
ഉള്ളിലെടുത്ത് വെക്കുക എന്നുള്ളത് മാത്രമല്ല ഇന്റലിജൻസ്. ചിലർക്ക് അത് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ചിലർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്ത് മനസ്സിലാക്കിക്കാൻ പറ്റിയെന്നല്ല. ദാറ്റ്സ് നോ പ്രോബ്ലം. പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് അതും കൂടെ കണക്റ്റഡ് ആണ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. അല്ലാതെ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതല്ല. ഒരു കുട്ടിയുടെ എബിലിറ്റിയാണ് അവന് ചുറ്റുമുള്ള എൻവിയോൺമെന്റ് മനസ്സിലാക്കാൻ, അവന്റെ മെന്റൽ എബിലിറ്റി, കാണുന്ന പല പല കാര്യങ്ങളെയും അവനെ ഒരുമിച്ച് അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അതായത് നേരം വെളുക്കുന്നു, അപ്പോഴേക്കും ചുറ്റും സൂര്യൻ ഉദിച്ച കാലം വെളിച്ചം വരുന്നു, വൈകുന്നേരം ആകുമ്പോൾ സൺസെറ്റ് നടക്കുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ നമുക്ക് ഇരുട്ടാകുന്നു. ഇത് മനസ്സിലാക്കുന്ന ഒരു പ്രായം വരുമല്ലോ കുഞ്ഞുങ്ങള്. അപ്പൊ അങ്ങനെ ചുറ്റും നടക്കുന്ന എൻവിയോൺമെന്റിലെ ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള എബിലിറ്റി, അതും കൂടിയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു ബേബീസ് അവരുണ്ടായി കഴിയുമ്പോൾ രാത്രി സമയത്ത് ചെറിയൊരു ബ്രൈറ്റ്നസ് ഉള്ള ഒരു ബൾബ് അല്ലെ ആ റൂമിനകത്ത് വെക്കും. കാരണം അവർക്ക് ആ ഒരു ഇരുട്ടുമായിട്ട് അവർ അഡാപ്റ്റഡ് ആകാൻ, പൊരുത്തപ്പെടുത്തി വരാനായിട്ട് ചിലപ്പോൾ സമയമെടുക്കും. അവർക്ക് ഇരുട്ട് ചിലപ്പോൾ ഒരു കരയും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞിന്റെ അമ്മയ്ക്കും ചിലപ്പോൾ ഒരു സ്റ്റാറ്റസ് ചേഞ്ചിന്റെ ഭാഗമാണല്ലോ, ബോഡിയിൽ ചേഞ്ചസ് ഒക്കെ വരുന്നു. അമ്മയ്ക്കും പെട്ടെന്ന് രാത്രി എണീക്കുമ്പോഴേക്കും പെട്ടെന്ന് അതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ലൈറ്റ് കരുതുന്നത്. കുറെ കഴിയുമ്പോഴേക്കും അതൊന്ന് ഓഫ് ചെയ്യുന്ന ഒരു അവസ്ഥയാവും അല്ലെ, പിന്നെ അതൊരു പ്രശ്നമേ അല്ലാത്ത ഒരു കാര്യം. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ചുറ്റുപാടുമായിട്ട് നമുക്ക് എന്തൊക്കെ ഡിഫറെന്റ് സിറ്റുവേഷൻസ് വന്നാലും അതിനനുസരിച്ച് അതുമായിട്ട് നമ്മുടെ മൈൻഡിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, മൈൻഡിനെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ കുട്ടി 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് പലതും മനസ്സിലാക്കുന്നത്. കാണുന്ന അവന്റെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് അവന്റെ പെർസെപ്ഷൻസ്, അവന്റെ കാഴ്ചപ്പാടുകൾ, അവന്റെ വ്യൂസ്, ഇതെല്ലാം അവന് മനസ്സിലാക്കുന്നത് ഈ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ അവൻ ആ ഒരു ബോധത്തോടു കൂടി അവന് കിട്ടുന്ന ഇമേജസ്, ഇപ്പൊ മോർണിംഗ് എണീറ്റപ്പോഴേക്കും എത്ര പുറത്തുള്ള വെളിച്ചം, കുറച്ചു കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഇരുട്ടാകുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഓർഡറിൽ അവനിൽ ഓരോന്നും അവൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡർ ആയിട്ട് ഇങ്ങനെ വെക്കും. അത് അവന്റെ ഇന്റലിജൻസ്. അപ്പൊ ഒരു ടൈം ആകുമ്പോൾ അവനെ കുളിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും കുഞ്ഞിനെ. അപ്പൊ ഹി നോസ് ദാറ്റ് ആ ഒരു ടൈമിൽ എനിക്ക് കുളിക്കണം, അങ്ങനെ ആ ഒരു ടൈമിൽ കുളിക്കണം, ഓരോ ടൈമിലും ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. പിന്നെ ഇന്റലിജൻസ് ഡെവലപ്മെന്റിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഇമോഷണൽ എക്സ്പ്രഷൻ അല്ലെ. കുട്ടിക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്ന, അതായത് നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നത്, ഒരു സങ്കടം വരുമ്പോ കരയുന്നത്, ചിലപ്പോ ഇങ്ങനെ അമ്മയെ കാണാതെ വരുമ്പോ ആ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി അതിൽ കരയും. അമ്മയെ കൊണ്ടുപോയി കളഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും, അങ്ങനെ വല്ലാണ്ട് കിടന്ന കാര്യം. അപ്പൊ അങ്ങനെ ഉള്ള ഇതും, അങ്ങനെ ഓരോ ഇമോഷൻസിനെയും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതാണ് ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് തന്നെയാണ്. കാരണം നമുക്കറിയാം സ്പെഷ്യൽ കിഡ്സ്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, അവർക്ക് ഇമോഷൻസ് വളരെ കുറവായിരിക്കും. അവരുടെ വളരെ അടുത്തൊരാള് മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും they don't have any ഇമോഷൻസ്. അവർക്ക് ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയില്ല. അങ്ങനെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ആളെ കാണാതാകുമ്പോൾ അവർ ചോദിക്കും എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും എന്നുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും മറുപടി ദൈവത്തിന്റെ അടുത്ത് പോയി എന്ന് പറയും. മരിച്ചു പോയി എന്ന് പറഞ്ഞാലും they don't have any ഇമോഷൻസ്. അതുമായിട്ട് കണക്ട് ചെയ്ത് ഇമോഷൻസ് ഇല്ല. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, അവനിപ്പോ 23 years ആയിട്ടോ. അവന്റെ അമ്മ ക്യാൻസർ വന്നിട്ട് 3 or 4 years ബാക്കാണ് മരിച്ചത്. ഈ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്താന്ന് മനസ്സിലാക്കാൻ, ആളിനി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാനൊന്നും അങ്ങനെയൊന്നും അവർക്ക് അറിയില്ല. കറക്റ്റ് ആ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനാകെ അമ്മയുമായിട്ട് വളരെ കണക്ട് ചെയ്യുന്ന ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവൻ രാത്രി എണീറ്റിട്ട് വീട്ടിൽ മുഴുവൻ ഇങ്ങനെ നടക്കും. അപ്പൊ ഇവന്റെ അമ്മ ചെയ്യുന്നത് നല്ല കാപ്പി അല്ലെങ്കിൽ ചായ ഇവന് വെച്ചു കൊടുക്കും. അതങ്ങ് കൂട്ടി കഴിയുമ്പോഴേക്കും ആളങ്ങ് സമാധാനവും വീണ്ടും കിടന്നോറും. അമ്മ മരിച്ചതിന് ശേഷം ഈ രാത്രി എണീക്കുമ്പോൾ ഇവനറിയാം ഇവനിങ്ങനെ ചായ കിട്ടും, കാപ്പി കിട്ടും, അത് തരുന്നൊരു വ്യക്തി, അങ്ങനെ അറിയാം. ആളെ കാണാം, അങ്ങനെ മാത്രമേ അവൻ ആളെ കാണാതാവുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആകാറുള്ളൂ.
അപ്പൊ ആ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ്, അവർക്ക് ആ ഇന്റലിജൻസ് ഡെവലപ്മെന്റ്, അവരുടെ ഇന്റലിജൻസ് ലോ ആണ് അല്ലെ, ആ കുട്ടികളുടെ ഇന്റലിജൻസ് ലോ ആണ്. ഇന്റലിജൻസും ഇമോഷൻസും തമ്മിൽ വളരെ കണക്റ്റഡ് ആണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്താലാണ് നമ്മൾക്കിടെ ഇമോഷണൽ ഇംപ്രഷൻസ് കറക്റ്റ് ആകും. നമുക്കറിയാം ചെറുപ്പകാലത്ത് കുട്ടികൾ ചുറ്റും കാണുന്ന എല്ലാം തന്നെ അൺകോൺഷ്യസ്ലി അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അത് അവർ വളരുമ്പോൾ കോൺഷ്യസ് നോളജ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇന്റലിജൻസ് ഡെവലപ്മെന്റില് കുട്ടിക്ക് ഈ ഒരു സെൻസസ് നല്ല ഷാർപ്പനാകണം. സെൻസസിന്റെ റിഫൈൻമെന്റ്, സെൻസസിന് നല്ല പോലെ ഫൈൻ ആക്കണം. അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി 3 to 6 years ഏജിലെ കുട്ടികൾക്ക് ഒരു നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു സറൗണ്ടിങ്സ് എൻവിയോൺമെന്റിനകത്ത് പല രീതിയിൽ മറിയ മോണ്ടിസോറി പല രീതിയിൽ ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് കൊണ്ട് ആക്ടിവിറ്റി ചെയ്യുന്നത്. ഈ മെറ്റീരിയൽസിലെ കുറെ മെജോറിറ്റി ഓഫ് മെറ്റീരിയൽസ് സെൻസോറിയൽ മെറ്റീരിയൽസ് ആണ്, നമ്മുടെ 5 സെൻസസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ മറിയ മോണ്ടിസോറി അതുകൊണ്ടാണ് സെൻസോറിയൽ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തത്. അപ്പൊ ഈ ഒരു പ്രായമാകുമ്പോൾ ഇവരുടെ ഈ സെൻസസിനെ ഫൈൻ ആക്കി എടുക്കണം. ഓൾറെഡി അവരുടെ കുഞ്ഞു പ്രായത്തിന് അവരുടെ അൺകോൺഷ്യസ് വെച്ചാൽ നമുക്കറിയാം 3 വയസ്സിൽ താഴെ ഓർമ്മകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും ചുറ്റും നടക്കുന്നത് മുഴുവനും അവരൊരു സ്പഞ്ച് പോലെ അബ്സോർബ് ചെയ്ത് അവിടെ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ സെൻസസിനെ റിഫൈൻ ചെയ്യുമ്പോൾ അന്ന് അൺകോൺഷ്യസ്ലി അബ്സോർബ് ചെയ്ത പല ഇംപ്രഷൻസും ഡെവലപ്പ് ആകാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ ഇംപ്രൂവ് ചെയ്യിക്കണം. ഈ ഇംപ്രഷൻസിനെ അവരുടെ സെൻസസിലൂടെ ഇംപ്രൂവ് ചെയ്യിച്ചു കൊണ്ടുവരണം. അങ്ങനെ നമ്മളിപ്പോ നീളം കൂടിയത് നീളം കുറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ കൊടുത്താലൊന്നും കുട്ടിക്ക് മനസ്സിലാവില്ല. അവന് നേരിൽ കാണണം. നീളം കൂടിയതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം, നീളം കുറഞ്ഞത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് സ്റ്റിക്ക് വെച്ച് കാണിക്കാം. വലിയ സ്റ്റിക്കും എടുക്കാം, ചെറിയ സ്റ്റിക്കും എടുക്കാം. അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഇതാണ് ലെങ്ത് കൂടുതൽ, ഇത് അതിനേക്കാൾ കുറവായതാണ്, ലെങ്ത് കുറവാണ്, അങ്ങനെ രീതിയിൽ ഇതിന്റെ ഹൈറ്റ് ബ്രെഡ്ത്ത് അങ്ങനെ. പിന്നെ കളറ് വരും. മെഡിസിൻ കഴിച്ചു ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് കാരണം കളറ്, ടെക്സ്ചർ അങ്ങനെ പലതും. അപ്പൊ ഈ എല്ലാ മെറ്റീരിയൽസും മോണ്ടിസോറി ഡിസൈൻ ചെയ്തത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കരുതിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഒരു മോണ്ടിസോറി മെറ്റീരിയൽ വെച്ചിട്ട് ആക്ടിവിറ്റി ചെയ്ത ഒരു കുട്ടിയും ഇതുവരെ അത് വേണ്ടാന്നോ മടുത്തു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഓരോ മെറ്റീരിയലും. നമ്മൾ നോക്കുമ്പോൾ ഇതത്ര കളർഫുൾ ആണ്, വുഡൻ പീസസ് ഒക്കെ കൊണ്ട് ഫൈനായിട്ട് ചെയ്ത മെറ്റീരിയൽസ് ആയിരിക്കും. പക്ഷെ വൺസ് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോഴോ അത് ചെയ്യുമ്പോഴൊക്കെ അത് മനസ്സിലാകും. അത്ര നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. എനിക്ക് ഈ ബ്രൗൺ സ്റ്റെയർസ് ഉണ്ടല്ലോ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ബ്രൗൺ കളറിനോട് അത്ര ഇഷ്ടമല്ല കേട്ടോ. ബ്രൗൺ സ്റ്റെയർ എന്താ ഇത് ബ്രൗൺ കളറിൽ ക്യൂബോയിഡ് ഇങ്ങനെ നിരത്തി വെച്ചേക്കും, കാണാൻ ഒരു ബ്രൗൺ. പക്ഷെ അത് ഞാൻ എന്റെ കയ്യിലെടുത്ത് അത് ചെയ്തു തുടങ്ങിയപ്പോ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അത്രയും നല്ല ഫിനിഷിംഗ് ആയിട്ട് കളർ ചെയ്തിട്ടുള്ളൂ. ഉടനാണ് അതിൽ ബ്രൗൺ കളർ വെച്ചിരിക്കുക. നല്ലൊരു ടെക്സ്ചർ ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമായി. മറ്റേ പൊതുവെ ബ്രൗൺ കളറിനോട് താല്പര്യം ഉണ്ടായില്ല. പിന്നെ പിങ്ക് കളർ എന്റെ ഇഷ്ടമായതുകൊണ്ട് പിങ്ക് ടവർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രൗൺ സ്റ്റെയർസും പിങ്ക് ടവറും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്ത് നോക്കി. അതും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കുട്ടികൾ അങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്യും. 2 മെറ്റീരിയൽസ് ഒരുമിച്ച്. നമുക്കത് മോണ്ടിസോറി മെത്തേഡിലുണ്ട് കേട്ടോ, കോമ്പിനേഷൻ ഓഫ് പിങ്ക് ടവർ ആൻഡ് ബ്രൗൺ സ്റ്റെയർസ് എന്നുള്ളത്. നിങ്ങൾക്ക് ഉടനെ തന്നെ മിക്കവാറും ഈ മന്ത് ലാസ്റ്റ് തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷന്റെ ഓൺലൈൻ സെഷൻ തുടങ്ങും. നെക്സ്റ്റ് മന്തില് ഏതെങ്കിലും മേ ബി ഫസ്റ്റ് സാറ്റർഡേ ഓർ സെക്കൻഡ് സാറ്റർഡേ, അത് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് മന്തില് പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നോളൂ. ഞാൻ 5th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ? മീൻസ് 5th റെക്കോർഡിന്റെ സ്കാൻഡ് കോപ്പിയാണ്. അത് അങ്ങനെ തന്നെ അങ്ങ് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. തന്നിരുന്നോ? ഇല്ല. അത് ഷെയർ ചെയ്ത് തരാം. അപ്പൊ 5th റെക്കോർഡിൽ അത് എഴുതിക്കോളൂ. എഴുതുമ്പോൾ നല്ല പോലെ ഒന്ന് വായിച്ചു പോകണം. കാരണം അപ്പൊ നമുക്ക് ആ മെറ്റീരിയലിന്റെ ഫീച്ചേഴ്സും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് അത് റെക്കോർഡിലുള്ളത്. അല്ലാണ്ട് വലിച്ചു വാരി ഒന്നും ആ റെക്കോർഡിൽ എഴുതിയിട്ടില്ല.
അപ്പൊ അത് മെയിൻ ആയിട്ട് വേണ്ടുന്ന മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എഴുതി വെക്കാൻ ഇപ്പൊ ഒന്ന് മെസ്സേജ് ഇട്ടേക്കട്ടെ, നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനായിട്ട്. ബാക്കി റെക്കോർഡ് റൈറ്റിംഗ് ഇടവരെയായി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു മാം. എഴുതി തുടങ്ങിയോ? കൊറേ ആളത് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് കഴിഞ്ഞു തോന്നും, സെക്കൻഡ് ആൻഡ് തേർഡ് തുടങ്ങുന്നുണ്ട്. കൊറേ ആള് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അങ്ങനായിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പാർട്ട് 3 ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായി മനസ്സിലാകും. കാരണം പാർട്ട് 3 ഇപ്പൊ തന്നെ കുറെ മെറ്റീരിയൽസിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. അത് അതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ സെഷൻ ടീച്ചേഴ്സ് ഡെമോ ക്ലാസ് ചെയ്ത് കാണിച്ചു തരും. മെറ്റീരിയൽസ് ഒന്നും ഇവിടെ ഇല്ല, എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരും. അപ്പൊ അതിന്റെ എല്ലാം ഡെമോ ക്ലാസ് കാണിക്കും. അത് മിസ്സാക്കരുത് കേട്ടോ. കാരണം വെച്ചാല് ഇപ്പൊ പ്രാക്ടിക്കൽ നേരിട്ട് വരുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്തു നോക്കാം. വരാൻ പറ്റാത്തവർക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. ഓൺലൈനായിട്ട് ഡെമോ ക്ലാസ് കാണാനേ പറ്റുള്ളൂ. നിങ്ങൾക്കത് ടച്ച് ചെയ്ത് നോക്കാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ രീതിയിൽ അതുകൊണ്ട് അത് മിസ്സാക്കരുത്. പിന്നെ വരുന്നവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് മാക്സിമം അതിനെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി അത് വരാത്തവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, മ്യൂച്വൽ ഹെൽപ്പ് അത് മോണ്ടിസോറി മെത്തേഡിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഉണ്ടാവേണ്ട ഒരു ഫ്രൂട്ട് ആണ് മ്യൂച്വൽ ഹെൽപ്പ്. ദെൻ റെസിപ്രോക്കൽ ഹെൽപ്പ്, ഓക്കെ, മ്യൂച്വൽ റെസ്പെക്ട്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ലൈക്ക് ലെങ്ത്, ബ്രെഡ്, ഹൈറ്റ്, കളർ, ടെക്സ്ചർ, വെയിറ്റ്, സൈസ്, ബ്രൗൺ സ്റ്റിയർ തന്നെ 10 ക്യൂബോയിഡ്സ് ആണ്. 10 അല്ല 11 ക്യൂബോയിഡ്സ് ഉണ്ട്. അതിൽ 11th വണ്ണും 10th വണ്ണും ഏറ്റവും ചെറിയ ക്യൂബോയിഡ് 2 എണ്ണം ഉണ്ട്. അത് കൺട്രോൾ ഓഫ് എററിന് വേണ്ടിയിട്ടാണ്. അത് ബ്രൗൺ സ്റ്റിയേഴ്സ് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ദെൻ ടെക്സ്ചർ, നമുക്ക് ടച്ച് സെൻസ് മനസ്സിലാവുന്ന രീതിയിലുള്ള ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്. ഓൾറെഡി നിങ്ങൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ടച്ച്, അതിലൂടെ കുട്ടികൾ ട്രേസ് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്ചർ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു സിഗ്നൽ, അവരുടെ ആ ഒരു ഇംപ്രഷൻ പോലെ ആ ലെറ്റർ അവരുടെ ബ്രെയിനിലേക്ക് പോകും. അതുപോലെ നമുക്കും ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ടാക്കാം. കാരണം സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് വാങ്ങാനായിട്ട് ഹാർഡ്വെയർ ഷോപ്പിൽ പോയപ്പോൾ, നമ്പേഴ്സ് വാങ്ങാനല്ല, ആ സാൻഡ് പേപ്പർ വാങ്ങാനായിട്ട് പോയപ്പോൾ പല ടെക്സ്ചറിലുള്ള സാൻഡ് പേപ്പർ അവിടെ അവൈലബിൾ ആയിരുന്നു കാണും. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു 4 ടെക്സ്ചർ ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. 4 ഒരേപോലെ കട്ട് ചെയ്ത് ഒരേപോലെ സൈസിൽ കട്ട് ചെയ്ത്, ഇപ്പോൾ ഒരു A4 ഷീറ്റ് തന്നെ നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരേ ടെക്സ്ചറിലുള്ള 4 എണ്ണം കിട്ടും. അങ്ങനെ 4 A4 ഷീറ്റിൽ നിന്നും ഒരേ ടെക്സ്ചറിലുള്ള 4 എണ്ണം കിട്ടും. അപ്പൊ ടോട്ടൽ നമുക്കൊരു 16 പീസസ് ഉണ്ടാക്കും. ഈ 16 പീസസ് നമ്മൾ ഒരേപോലെ ഒരേ ഷേപ്പിലൊക്കെയാണ് കട്ട് ചെയ്തെങ്കിൽ ഒരേപോലെ കാർഡ്ബോർഡിൽ വെച്ച് കവർ ചെയ്യണം. നോക്കുമ്പോ എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കണം, പക്ഷെ ടച്ച് ചെയ്യുമ്പോഴാണ് ഡിഫറൻസ് മനസ്സിലാവുക. അപ്പൊ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാവുന്ന ആക്ടിവിറ്റി ഒരേ ടെക്സ്ചർ ഉള്ളത് ടച്ച് ചെയ്ത് മനസ്സിലാക്കി ഗ്രൂപ്പ് ചെയ്യാം. നമുക്ക് 4 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം ഒരേ ടെക്സ്ചറിലിട്ടല്ലോ. അപ്പൊ അങ്ങനെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കണ്ണടച്ച് ചെയ്യിക്കുവാണെങ്കിൽ പെട്ടെന്ന് അവർക്കത് ആ സെൻസ് മനസ്സിലാവും. അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ലോ കോസ്റ്റിൽ ഉണ്ടാക്കാം ടച്ച് ടാബ്ലറ്റ്സ്. അല്ലാതെ മോണ്ടിസോറി ടച്ച് ടാബ്ലറ്റ്സ് വാങ്ങുവാണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കുക, സാൻഡ് പേപ്പറിൽ ഭയങ്കര റഫ്നെസ് ഉള്ള സാൻഡ് പേപ്പർ ഉണ്ട്. കൊച്ചുകുട്ടികളുടെ വിരലാണ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് കൈ വേദനിക്കുന്നെങ്കിൽ ആ ടെക്സ്ചർ മാറ്റാം, അല്ലാത്ത ടെക്സ്ചർ എടുക്കാം. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ചെയ്യിക്കും. നിങ്ങൾക്ക് 2nd and 3rd റെക്കോർഡ് തന്നത് തന്നെ ഈ ക്വാളിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി നമ്മളിൽ അത് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ നമുക്ക് കുട്ടികളിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? നമ്മൾ സ്വന്തമായിട്ടൊരു സ്റ്റോറി എഴുതിയില്ലെങ്കിൽ എങ്ങനെ നമ്മളൊരു പിക്ചർ കാണിച്ച് കുട്ടികളോട് ഒരു സ്റ്റോറി പറയാൻ പറയും, അല്ലെങ്കിൽ എഴുതാൻ പറയും? സ്വന്തമായിട്ടൊരു ആക്ഷൻസോ അത് റൈം ചെയ്തില്ലെങ്കിൽ എങ്ങനെ കുട്ടികളോട്
ചെയ്യാനായിട്ട് വരും. അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതുപോലെ അത് അങ്ങനെ തന്നെ നമുക്ക് കുട്ടികളിലും അത് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നിങ്ങളോട് കാര്യം ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മാക്സിമം ഒന്ന് റീഡ് ചെയ്തിട്ട് വരിക. അറ്റ്ലീസ്റ്റ് ഒരു 4 points എങ്കിലും ഒന്ന് 4 pages എങ്കിലും ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊന്ന് ബ്രീഫ് ചെയ്ത് പോവാം. മീൻസ് ഫുൾ കണ്ടന്റും ഒന്ന് ഡിസ്കസ് ചെയ്ത് ബ്രീഫ് ചെയ്ത് പോവാം. ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ടൈം പോകും. അത്രയും പെട്ടെന്ന് നമ്മൾ നല്ല രീതിയിൽ തീർക്കുവാണെങ്കിൽ എക്സാംസിന് ഡിലേ ആവില്ല. ഓക്കെ, ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് വേണ്ട, വായിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, ഐ വിൽ ഡു ലൈക്ക് ദാറ്റ്. ഓക്കെ, ദെൻ ഞാൻ എൻഡ് ചെയ്യുവാണ്. എന്തോ ഒരു സംശയമാണ്. പ്രാക്ടിക്കലിന് ഉദ്ദേശിക്കുന്നത് അവിടെ ഓഫീസിൽ കൊണ്ട് നമ്മൾ എന്ത് കാണിക്കണാണ്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കലിന്? മനസ്സിലായില്ല ചേച്ചി. മെറ്റീരിയൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാനായിട്ട് ഉള്ള അവസരമുണ്ട്. നമ്മൾ ഗൈഡ് ചെയ്യും, പക്ഷെ സെയിം തന്നെ ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്കും. ഓൺലൈൻ ആകുമ്പോൾ ടീച്ചേഴ്സ് അത് കാണിച്ചു തരും, നമുക്ക് കാണാനല്ലേ പറ്റുള്ളൂ. അവിടെ പറൂര് വന്നിട്ട് അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കണേ, അപ്പൊ അത് ഡേറ്റ് പറയും. കാരണം ഈ സാറ്റർഡേ 8th ബാച്ചിനാണ്, അതിന്റെ അടുത്ത സാറ്റർഡേ 9th ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മേ ബി സെപ്റ്റംബർ 1st വീക്ക് ഒക്കെ ആകാം. കൺഫേം ആയിട്ട് നേരത്തെ പറയും, കാരണം ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് ബുക്ക് ചെയ്യണം. അതൊക്കെ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്? നമ്മുടെ മോണ്ടസോറി ടൂൾസ് മെത്തേഡുകളൊക്കെ മുഴുവനും അവിടെ കാണിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ്? മെറ്റീരിയൽസ് മുഴുവനും കാണിക്കും. അതിനു മുമ്പ് സെയിം തന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ടേ അതുണ്ടാവുള്ളൂ. അതെ ശരി. റെക്കോർഡിന്റെ വൈസ് ഈ റെക്കോർഡ് 2nd and 3rd നമ്മളെ സ്വന്തമായിട്ടേ ചെയ്യേണ്ടത്, അവർ ഓൺ ക്രിയേഷൻ അല്ല മാം. പിന്നെ സ്റ്റോറീസിൽ കുറച്ച് തന്നെ ഗൂഗിൾ തപ്പാന്നല്ല പറഞ്ഞ, കുറെ 2-3 പോയിന്റ്സ്, 2-3 ബാക്കിയെല്ലാം നമ്മളെ ഓൺ ക്രിയേഷൻ തന്നെ. ഓക്കെ മാം. ഇല്ല, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി കുറെ ആൾക്ക്. മീൻസ് കുറെ ആള് അങ്ങനല്ല, ഗൂഗിൾ തപ്പിട്ട് ഡയറക്റ്റ് എഴുതിയ ആൾക്കാരുണ്ടായി. അപ്പൊ അവർക്ക് ആദ്യം പറയാകുമ്പോക്ക് അവർ ആദ്യം വിചാരിച്ചു എക്സ്പ്ലെയിൻ ചെയ്തപ്പോ പറഞ്ഞു തന്നാണല്ലോ. കൊറേ റെക്കോർഡ് ക്ലാസ് അങ്ങനല്ല, ഡയറക്റ്റ് ഓൺലൈൻ ക്ലാസ് വരൂലല്ലോ, റെക്കോർഡ് ക്ലാസ്. പിന്നെ നമ്മള് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തതിനെ പകുതി കേട്ടിട്ട് നമുക്ക് ഒരു ഫുൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. പകുതി ഇതും അതാ കൺഫ്യൂഷൻ. അങ്ങനെ സോ ദേ ഹൗ ടു ലിസൺ. മെയിൻ പ്രത്യേകിച്ചും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അത് എന്തായാലും കേട്ടേ പറ്റും. അല്ലാത്തത് ഇപ്പൊ സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും പുറത്തുള്ളത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവാം, അതൊന്നും ഇപ്പൊ കേൾക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് പറയുമ്പോൾ അവരതിന് കറക്റ്റ് ഒരു സീരിയസ് ആയിട്ട് തന്നെ അതെടുത്ത് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദേ ഹൗ ടു. അല്ലെങ്കിൽ അവര് നിങ്ങളോട് ആരോടെങ്കിലും ചോദിക്കണം. ഇപ്പൊ തന്നെ ചെയ്യും. നമ്മ ഗ്രൂപ്പില് റെഗുലർ ആയിട്ട് ഓൺലൈനിൽ ഇല്ല ആൾക്കാരെല്ലാരും ചെയ്യും. ബെറ്റർ നിമ്മ ക്ലാസ് കേൾക്കുന്നത് തന്നെ ബെറ്റർ. ഞമ്മ പറയുമ്പോ അധികം കൺഫ്യൂഷൻ ആവും. ബട്ട് ക്ലാസ് കേട്ടിട്ട് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാന്ന്, ഇങ്ങനെ ചെയ്യാലിപ്പോ. ഇല്ലെങ്കിൽ ഫുള്ള് കൺക്ലൂഷൻ വരെ കൊണ്ടു കൊടുക്കണം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും, അവർക്കും കൺഫ്യൂഷൻ. അങ്ങനെ. ഓക്കെ മാം, താങ്ക് യു മാം. കാരണം അവർക്ക് ജോലിയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും, അങ്ങനെ ലിമിറ്റേഷൻസ് കൊണ്ടായിരിക്കാം റെക്കോർഡ് ക്ലാസ് കാണുന്നത്. പിന്നെ സമയക്കുറവ് കൊണ്ടായിരിക്കും കുറെയൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. പക്ഷെ റെക്കോർഡ് റൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാന്ന് പറയാം. ഓക്കെ ദെൻ ബൈ. താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Back. ഉറക്കൊന്നുമില്ലേ മാവേ? അതാ ഇല്ല പറ, ആ കാര്യം ഇല്ല പറ. ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കും, അമ്മയ്ക്കും ഒരു റെസ്റ്റ് ഇട്ടിട്ടെ. അത് ഇല്ല, ഫുഡും കഴിക്കല് കുറവ് തന്നെ മാം. ഇപ്പൊ അതൊരു ടെൻഷനും തുടങ്ങി.